നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടാ, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു കുടുംബക്കാരെ പരീക്ഷിക്കുന്നതിന് അതിലില്ലേ? ഇപ്പോഴും അവരിങ്ങനെ ക്ഷമിക്കുന്നത് അത്ഭുതം. ഇനിയൊരു പക്ഷേ അത് ഉണ്ടാവില്ല. ഏട്ടൻ എന്തൊന്നും മിണ്ടാത്തേ? ഏട്ടനും സൂര്യയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതെ നിന്നത്. ആ പ്ലാനിങ് ഇപ്പൊ കണ്ടത്. അമ്മയെ കള്ളുപിടിപ്പിച്ച അമ്മ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഏട്ടൻ കരുതിയോ? സത്യ, നീ പറ, എന്താണ് വേണ്ടത്? ഇനി ഒന്നും ആലോചിക്കാനില്ല. അമ്മ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ പിന്മാറാനും പറ്റില്ല. അമ്മയെ നമ്മൾ ഇവിടുന്ന് ബലമായിട്ട് കൊണ്ടുപോകുന്നു, അത്ര തന്നെ. അതാ ഏട്ടൻ നല്ലത്. എന്നിട്ട് അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. ഇന്ദ്രേട്ടാ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞാ അവിടെ നിന്ന് ആളുകൾ വരില്ലേ? കൊണ്ടുപോകാനുള്ള മാർഗം അവർക്ക് അറിയായിരിക്കുമല്ലോ. അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളിടത്തി അമ്മയെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഏട്ടൻ വന്നേ. വാ. നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളെ ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ബലം പ്രയോഗിച്ച് കൊണ്ടുപോയിട്ട് വന്നാ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളാം. അമ്മേ, അമ്മേ, എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? അമ്മയോടാ പറഞ്ഞ എഴുന്നേക്കാൻ. സ്വന്തം മക്കളല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അവരുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് എന്താ? അമ്മേ, എഴുന്നേക്കമ്മേ. അമ്മ എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? അമ്മേ, എന്നെ ഒരുത്തരും ഇവിടുന്ന് കൊണ്ടുപോവില്ല. എനിക്ക് ഒരാളെ അറിയൂല, കേട്ടല്ലോ? ഇതെന്റെ വീടാ, എന്റെ വീട്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. മനസ്സിലായല്ലോ? ആ, എങ്കിൽ കൊള്ളാം. അതെ, മതി. നിങ്ങളുടെ ഭ്രാന്തി തള്ളയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോ. സൂര്യ, അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. ഇതുവരെ ഇവരോട് കാണിച്ച മര്യാദയൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ. എന്നാലും പറഞ്ഞേ കേട്ടില്ലടാ. തലയ്ക്ക് വെളിവില്ലാത്ത നിങ്ങളുടെ അമ്മയെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങാൻ. സൂര്യ, ഇത് ഞങ്ങളുടെ അമ്മയെ. അമ്മയെ ഭ്രാന്തി എന്ന് വിളിക്കരുത്. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. തലയ്ക്ക് വട്ടളക്കി ഇവരെ ഭ്രാന്തി നല്ലത് പിന്നെ എന്താടാ വിളിക്കണ്ടേ? സൂര്യ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കുന്നോടാ. സൂര്യ, വേണ്ട. സൂര്യ, ഇത്രയും നേരം ഈ കാര്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നടന്നിരുന്നേ. അത് എന്റെ തെറ്റാടാ. നീയല്ല, നിന്നെ പോലെ 100 എണ്ണം ഉണ്ടായാലും അടിച്ചിറക്കാൻ സൂര്യക്കറിയാം. വേണ്ട, ഒരൊറ്റ എണ്ണം വേണ്ടി പോരത്. ഇവരൊക്കെ എന്താ കരുതിയിരിക്കുന്നേ? അല്ല, നിന്റെ അമ്മയെ ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് വേദനിക്കുമല്ലടാ. എന്നാ കേട്ടോ, ഇവർക്ക് ഭ്രാന്ത് തന്നെയാ. ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. സൂര്യ, വേണ്ട. നീ എന്നെ നിയന്ത്രിക്കാനും നിൽക്കണ്ട. ഭ്രാന്തി തള്ളാ മോനെ. അമ്മയുടെ ചങ്കൂട്ടി നീ എന്നോട് കാണിക്കുന്നോടാ. കാണിക്കണം. സൂര്യ, നിർത്താൻ. സൂര്യ പറയുന്നത് കേക്ക്. അടിക്കല്ലേ? സൂര്യ, സൂര്യ, സത്യം
മാറി നിൽക്കണം. അയ്യോ സൂര്യ നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ദാ. ദാ. സുശീലയുടെ മുമ്പിൽ വെച്ച് എന്റെ മോനെ തല്ലാറായോ നീ? ഈ കിടക്കുന്നതേ എന്റെ മൂത്ത മോനാ ഇന്ദ്രൻ. ഈ നിൽക്കുന്നൊക്കെ എന്റെ മക്കളും. സുശീലയുടെ ചോരയിൽ പറഞ്ഞ ഈ മക്കളെ ഭൂമി കൈവയ്ക്കാൻ ആർക്കടാ ധൈര്യമുള്ളത്? ധൈര്യം ഉണ്ടടാ? ഇന്ദ്ര കുത്തി കൊല്ലടാ ഇവനെ. ചെല്ല്. ബാക്കി എന്താന്ന് വെച്ചാ അമ്മ നോക്കിക്കോളോടാ. പിടിക്കടാ. സൂര്യ പെട്ടെന്ന് എഴുന്നേക്ക്. എന്തായി കാണിക്കുന്നേ? മോനെ ഒന്നും ചെയ്യല്ലേ. സൂര്യ സാർ നോക്കി നിൽക്കാതെ അവനെ പോയി പിടിക്കും വിജയ്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? ഈ നിൽക്കുന്ന ഇന്ദ്രൻ നിങ്ങളുടെ മകനാണ്. ഈ നിൽക്കുന്ന സത്യനും നിങ്ങളുടെ മകനാണ്. സോന നിങ്ങളുടെ മകളാണ്. എന്റെ പൊന്നമ്മച്ചി, ഇത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ ഞാനും ഇന്ദ്രനും കൂടെ ഈ വേഷമൊക്കെ കെട്ടിയത്. നിങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും ഇന്ദ്രനും കൃത്യമായിട്ട് മനസ്സിലായി. പറഞ്ഞു കൊടുക്കുന്നില്ല. അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വരുത്തിയില്ലേ ഹർഷ? അവളെ ഞാനും സൂര്യങ്ങളുടെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അവളെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിക്കുകയും ചെയ്തു. ഇല്ലില്ല. ആണോ? ഞാൻ പറയാം. ശരിയെന്ന്.